അവസ്ഥ. ഞാനിപ്പോ മെനയാന്ന് ഒരു വീട്ടിൽ പോയി, എന്നെ ഒരു സുഹൃത്ത് നമ്മുടെ കൂടെ ഉള്ള ആള് എന്നെ വീട്ടിൽ വിളിച്ചുകൊണ്ട് പോയി. അവര് 2 ആഴ്ച മുമ്പ് ഒരു പ്രോഡക്റ്റ് വേണമെന്ന് പറഞ്ഞു. അവരുടെ മകൻ അമേരിക്കയിലായിരുന്നു, അവിടുന്ന് സ്ട്രോക്ക് വന്ന് തലയിൽ ഒരു സർജറി ഒക്കെ കഴിഞ്ഞ് വന്നതാ. അന്നേരം അവർ എൻ്റെ അടുത്ത് പറഞ്ഞു സാറേ 2 ആഴ്ച കഴിഞ്ഞ് എടുക്കാമെന്ന് പറഞ്ഞ് സാറൂടെ വന്നൊന്ന് സംസാരിച്ചാൽ അവർ എടുക്കും. അങ്ങനെ ഞങ്ങൾ ആ വീട്ടിൽ പോയി. അവിടെ ചെന്ന ഉടനെ വീട്ടിന്റെ ഫ്രണ്ടിൽ ഒരു 2 പേര് നിൽക്കുന്നു. അന്നേരം അവരെന്താന്ന് ചോദിച്ചു. ഞങ്ങൾ പറഞ്ഞു ഇങ്ങനെ വന്നതാ. അന്നേരം ഇദ്ദേഹം കൂടെ അങ്ങോട്ട് കയറി മുറിയിലോട്ട് ചെന്നപ്പോൾ ആ മുറി കിടക്കുന്ന വേറൊരാളാണ്. അന്നേരം ചോദിച്ചു ഇവിടെ കിടന്ന ആളെന്തെന്ന് ചോദിച്ചു. അത് അപ്പുറത്തെ മുറിയിലാന്ന് പറഞ്ഞു. അതായത് ഇന്ന് 13 ദിവസമായി അവർ അച്ഛന് വീണ്ടും സ്ട്രോക്ക് വന്നു. അവരുടെ അച്ഛന് സ്ട്രോക്ക് വന്നു. ഈ രോഗിയും കൊണ്ട് ആശുപത്രി പോകുന്ന എല്ലാം അദ്ദേഹമായിരുന്നു. അതായത് അപ്പുറത്തെ മുറിയിലും ഇപ്പുറത്തെ മുറിയിലും 2 പേര് സ്ട്രോക്ക് വന്നു. ഇല്ല മരണ വീട് മാതിരി ഉള്ള ഒരു അവസ്ഥയാണ്. അന്നേരം നമ്മൾ ഇത് എല്ലാവരും വളരെ ഗൗരവമായിട്ട്, പ്രത്യേകിച്ച് നമ്മൾ ഇത് വർക്ക് ചെയ്യുന്ന ആൾക്കാർ, നമ്മുടെ വീട്ടിലുള്ളവർക്ക് അത്യാവശ്യമായിട്ട്, ഞാൻ എൻ്റെ മക്കൾക്ക്, എൻ്റെ പെങ്ങന്മാർക്ക്, അച്ഛനും അമ്മയ്ക്ക് എല്ലാവർക്കും ഈ പ്രോഡക്റ്റ് കൊടുക്കും. നമ്മൾ ആദ്യമായിട്ട് നമ്മുടെ കുടുംബത്തെ സേഫ്റ്റി ആക്കണം. നമുക്ക് കിട്ടുന്ന വരുമാനങ്ങൾ കൊണ്ട് നമ്മൾ ആദ്യമായിട്ട് പ്രോഡക്റ്റ് മേടിച്ച് നമ്മുടെ മക്കൾക്കൊക്കെ അത്യാവശ്യമായിട്ട്, മക്കൾക്കും അച്ഛനും അമ്മയ്ക്കും എല്ലാവർക്കും ഈ പ്രോഡക്റ്റ് അത്യാവശ്യമായിട്ട് കൊടുക്കണം. ഇത് നമ്മുടെ ലോകാരോഗ്യ സംഘടന പറഞ്ഞേക്കുന്നത് 10 വർഷത്തിനകം 50 കോടി ജനങ്ങൾക്ക് പ്രമേഹവും ഹാർട്ടിനും പ്രശ്നം വരുമെന്ന ഈ വാക്സിന്റെ സൈഡ് എഫക്റ്റാ. അന്നേരം ഈ വാക്സിൻ എടുത്ത എല്ലാവരുടെയും ബ്ലഡിന് കട്ടി കൂടിക്കൊണ്ടിരിക്കുക. അന്നേരം നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ പ്രോപ്പറായി, ഓക്സിജൻ ലെവൽ കറക്റ്റായി, ടോക്സിൻസ് പുറത്ത് പോയി കഴിഞ്ഞാൽ നമ്മുടെ അവയവങ്ങളെല്ലാം ശരിയായ രീതിയിൽ വർക്ക് ചെയ്ത് നമുക്ക് അങ്ങനെയുള്ള അപകടങ്ങളിൽ നിന്ന് ഒരു പരിധി വരെ ഒഴിവാകാൻ പറ്റും. അന്നേരം അത് എല്ലാവരും വളരെ ഗൗരവമായിട്ട് എടുക്കുക. പിന്നെ അതുപോലെ നമ്മൾ ഇത് വർക്ക് ചെയ്യുന്ന എല്ലാ ആൾക്കാരും ഈ BOP NDOP പിന്നെ വർക്ക്ഷോപ്പ് ട്രെയിനിങ് ഇതിനൊക്കെ പോയി നമ്മളെല്ലാവരും വളരെ വ്യക്തമായി ഇതിന്റെ അറിവ് നേടണം. കാരണം നമ്മൾ ഓരോ ഫീൽഡിൽ ഇറങ്ങുമ്പോൾ, ഞാനിപ്പം ഇന്നലെ തന്നെ 2 ചെന്ന് എന്നോടുള്ള വ്യക്തിബന്ധം കൊണ്ട് 2 പേരും പ്രോഡക്റ്റ് മേടിച്ചു. അവിടെ ഭയങ്കര യുദ്ധം നടന്നു മക്കള് തമ്മിലൊക്കെ. മക്കള് അച്ഛനും അമ്മയൊന്നും മക്കള് ഒരു തരത്തിൽ മേടിക്കാൻ സമ്മതിക്കുകയില്ല. പക്ഷെ അവർക്ക് എന്നെ ഒഴിവാക്കാൻ പറ്റത്തോണ്ട് ഞാനിങ്ങനെ കളിപ്പിക്കത്തില്ല എന്നുള്ളൊരു വിശ്വാസം. ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞ് സാറ്, അവരുടെ വീട്ടിലെ DYSP ഒക്കെ കൊള്ളാം. അതിൽ ഞാൻ പറഞ്ഞു സാറേ, ഞാൻ ഇങ്ങനൊരു പ്രോഡക്റ്റും കൊണ്ട് സാറിൻ്റെ അടുത്ത് ഞാൻ വരണമെങ്കിൽ ഞാനൊരു മോശപ്പെട്ട പ്രോഡക്റ്റ് ആണെന്ന് ഞാൻ വരുമോ? ഞാൻ മന്ത്രി ബാലഗോപാൽ സാറിനൊക്കെ കൊടുത്തിട്ടുണ്ട്. ബാലഗോപാൽ സാർ ഇത് ഉപയോഗിച്ചിട്ട്, അദ്ദേഹത്തിന്റെ വൈഫൊക്കെ ഉപയോഗിച്ചിട്ട് എന്നോട് പറഞ്ഞത്, ഇത് കണ്ടുപിടിച്ച ആളെ മരുന്ന് കമ്പനിക്കാർ തട്ടാതെ നോക്കിക്കോണേന്ന് പറഞ്ഞു. അതുപോലെ തന്നെ കൊട്ടാരക്കര നമ്മുടെ MLA ഐഷ പൂറ്റി 8.5 വർഷമായിട്ട് നടുവേദനയായിരുന്നു. അവർക്ക് ഇപ്പൊ ഭയങ്കര ആശ്വാസം. നടുവേദന മാറിയെന്ന് മാത്രമല്ല, പെടല് ചുവന് തിരിയത്തില്ലായിരുന്നു, അത് തിരിഞ്ഞു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എന്നെ ഇങ്ങോട്ട് വിളിച്ചിട്ട് പറഞ്ഞ്, ഇത് ഉപയോഗിച്ച് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചു പറഞ്ഞു, ശ്രീകുമാറെ ഇത് എനിക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല, ഇത് വേറെ ആർക്കെങ്കിലും കൊടുക്കാൻ പറ്റുമോ? ഞാൻ ചോദിച്ചു എന്തോ പറ്റി? എനിക്ക് നടുവേദന കൂടി. അങ്ങനെ എനിക്ക് അന്ന് ഈ തുടക്ക സമയം, അന്ന് എനിക്കിതിനെ കുറിച്ച് കൂടുതലായിരുന്നു. ഞാൻ അങ്ങനെ സുധീർ സാറിനെ വിളിച്ചു. അങ്ങനെ സുധീർ സാറുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് അന്നേരം പറഞ്ഞു, നമുക്ക് ചില ഭാഗങ്ങളിൽ, ഇപ്പം ഷുഗറുകാർക്ക് കാലിൽ നിന്ന് ചെരുപ്പ് ഊരി പോകുന്നേ അറിയത്തില്ല. കാരണം ബ്ലഡ് സർക്കുലേഷൻ ഇല്ലാതെ വരുമ്പോൾ ആ ഭാഗങ്ങൾ മരവിച്ചു പോകും. അങ്ങനെയുള്ള ഭാഗങ്ങളിൽ ബ്ലഡ് സർക്കുലേഷൻ വരുമ്പം ആദ്യം ഒരു വേദന ഉണ്ടാവും. അത് സെല്ലുകളിലോട്ട് ഓക്സിജൻ ലെവലിലൂടെ കറക്റ്റ് ചെയ്തെങ്കിൽ മാത്രമേ ആ വേദന മാറൂ. അന്നേരം അതുപോലെ തന്നെ ഈ നടുവേദന, 8 വർഷമായിട്ടുള്ള നടുവേദന, ചില ഭാഗങ്ങളിൽ സെല്ലുകൾ വീക്കായി അവിടെയൊക്കെ മരവിച്ചു പോകും, നമ്മൾ നുള്ളിയാൽ പോലും അറിയത്തില്ല. അങ്ങനെയുള്ള ഭാഗങ്ങളിലോട്ട് ബ്ലഡ് സർക്കുലേഷൻ ഇല്ലാത്ത ഭാഗങ്ങളിൽ ബ്ലഡ് സർക്കുലേഷൻ വരുമ്പോൾ ആ ഭാഗത്ത് വേദന ഉണ്ടാവും. അങ്ങനെ ഒരു 3-4 ദിവസം കൊണ്ട്, സുധീർ സാർ പറഞ്ഞു 3-4 ദിവസം കൊണ്ട് നല്ലോണം വെള്ളം കുടിക്കാൻ പറ. അന്നേരം സുധീർ സാറിനെ വിളിച്ച ഉടനെ MLA ചോദിച്ചു, എന്താ നിങ്ങളുടെ ഡെസിഗ്നേഷൻ എന്താന്ന് ചോദിച്ചു. അന്നേരം അദ്ദേഹത്തിന് ഡെസിഗ്നേഷൻ പറഞ്ഞു, ഉപയോഗിച്ചു. ഒരു 4 ദിവസം കഴിഞ്ഞപ്പം സുധീർ സാർ എന്നെ വിളിച്ചു പറഞ്ഞു, സാറ് ആ MLAയുടെ വീട്ടിലൊന്ന് പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ MLAയുടെ വീട്ടിൽ ചെന്നപ്പം അവരുടെ സന്തോഷം കാണണമായിരുന്നു. കാരണം അവർക്ക് എല്ലാ ദിവസവും തൊട്ടപ്പുറത്തെ ഗണപതി അമ്പലം കൊട്ടാരക്കര, ആ ഗണപതി അമ്പലത്തിൽ നിന്ന് എല്ലാ ദിവസവും അവർക്ക് ഒരു പൊതി ഉണ്ണിയപ്പം കൊണ്ടു കൊടുക്കും. അത് അവിടുത്തെ അമ്പലത്തിലെ ഒരു പടിയാ MLAക്ക്. ഒരു വലിയൊരു പൊതി ഉണ്ണിയപ്പമാണ്. ആ ഒരു പൊതി ഉണ്ണിയപ്പം എടുത്ത് എനിക്ക് തന്നു. ഞാൻ പറഞ്ഞു എനിക്ക് കുറച്ച് മതി. അല്ല, അത് കൊണ്ടുപോകും എല്ലാവർക്കും കൊടുക്കും. കാരണം അവരുടെ ആ ഒരു സന്തോഷം കാണുമായിരുന്നു. അതിലുപരി എനിക്കൊരു 5-6 പേർക്ക് ആളുകളെ എനിക്ക് പരിചയപ്പെടുത്തി തന്നു. അതെല്ലാം നല്ല നല്ല വ്യക്തികളാണ്. അങ്ങനെ ഇപ്പോഴും അവരങ്ങനെ വളരെ സന്തോഷം. അതുപോലെ തന്നെ അവിടെ ഒരു MLA, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മുൻ മന്ത്രി പന്തള സുധാകരന് കൊടുത്തു. അങ്ങനെ ഞാൻ ഒരുപാട് വ്യക്തികൾക്ക് എനിക്കിത് കൊടുക്കാൻ കഴിഞ്ഞു.
അത് വളരെ ഒരു അഭിമാനമാണ്. പിന്നെ എനിക്ക് ഇത് പറയാനുള്ളത്, നമ്മൾ ഇത് മാക്സിമം എത്തിക്കേണ്ടടുത്ത് ചിലപ്പോൾ എതിർപ്പ് വരാം, ചിലപ്പം നമ്മൾ ചിലപ്പം ഇപ്പം ചിലയിടത്ത് ചെല്ലുമ്പം ചോദിക്കും, എന്നാ പിന്നെ ഇനി നിങ്ങൾ മതിയല്ലോ, ഇനി ഡോക്ടറൊന്നും വേണ്ടല്ലോ, നിങ്ങൾ മതിയല്ലോ ഇനി, ഇങ്ങനൊക്കെ ചോദിക്കും. നമുക്ക് ചിലപ്പം വിഷമം വരും. എന്നെ സംബന്ധിച്ച് ഒരു വിഷമവുമില്ല. കാരണം എനിക്ക് ഇതിപ്പം കൊണ്ടുപോയി ഇപ്പൊ ഞാൻ അവരുടെ അടുത്ത് പറയും, നിങ്ങൾക്ക് ഈ ഒരു പ്രോഡക്റ്റ് എനിക്ക് കൊട്ടാരക്കരയിൽ നിന്ന് കാറിനകത്ത് ഞാൻ കാറും ആയിട്ട് കൊല്ലത്ത് കൊണ്ടുവന്ന് നിങ്ങൾക്ക് ഒരു 9,800 രൂപയുടെ പ്രോഡക്റ്റ് തന്നിട്ട് അരി മേടിക്കേണ്ട ഒരു അവസ്ഥയല്ല എനിക്ക്. ഞാനിത് ഒരു വലിയ പുണ്യപ്രവൃത്തിയാണ് ഇത് ചെയ്യുന്നത്, ഒരു പുണ്യം. കാരണം ഇത് നമ്മൾ എത്ര പേരിൽ ഇത് നന്മ എത്തിക്കാൻ പറ്റുമോ അങ്ങനെ ഒരു കർമ്മത്തിലാണ് ഞാനിത് ചെയ്യുന്നത്. അല്ല പൈസ കിട്ടുന്നത് കൊണ്ട് മാത്രം ചെയ്യുന്ന ഒരു കർമ്മമല്ല ഞാൻ. അതുകൊണ്ട് ഞാനിത് ഫുൾ ടൈം, എനിക്ക് രാത്രിയെന്നോ പകലൊന്നോ ഇല്ല, ഏത് സമയം. ഇന്നലെ തന്നെ ഒരാൾ ഇന്നിപ്പോ കരുനാഗപ്പള്ളിക്ക് അപ്പുറത്ത് ഒരു പ്രോഡക്റ്റ് ചോദിച്ചു, ഞാൻ ഇന്ന് കൊണ്ടു കൊടുക്കും. എനിക്ക് അങ്ങനെ ഒരു കാര്യമാണ്. തിരുവനന്തപുരത്ത് വിളിച്ചാൽ ഞാൻ തിരുവനന്തപുരത്ത് കൊണ്ടു കൊടുക്കും. കാരണം ഇത് കൊണ്ടു കൊടുക്കുന്നത് നമ്മളിപ്പോ എത്ര കൊറിയർ ചെയ്ത് കൊടുത്താലും നമ്മൾ നേരിട്ട് ചെന്ന് പറഞ്ഞ് അവരെ ബോധ്യപ്പെടുത്തുന്ന പോലും അത് പറ്റത്തില്ല. അങ്ങനെയാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അന്നേരം പിന്നെ അതുപോലെ വേറൊരു കാര്യം പറയാനുള്ളത്, ഇപ്പൊ നമ്മൾ ഒരുപാട് ആൾക്കാർ ഇത് കൊടുക്കുമ്പോൾ ഈ ഇപ്പൊ ഉള്ള ചെറുപ്പക്കാർ പിള്ളേർ ആമസോണും ഫ്ലിപ്കാർട്ടിലും നോക്കിയിട്ട് പറയുന്ന ഇതിന് ഇത്രേ വിലയുള്ളല്ലോ, ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നടക്കുന്നുണ്ട്. അതുപോലെ നമ്മൾ പറയണ, ഇത് ഒരു കാരണവശാലും ആമസോണിലോ ഫ്ലിപ്കാർട്ടിലോ കിട്ടുന്ന പ്രോഡക്റ്റ് അല്ല, ഇതിന്റെ ഡ്യൂപ്ലിക്കേറ്റ് വരുന്നുണ്ട്. അപ്പൊ നമ്മുടെ അടുത്ത് തന്നെ പ്രത്യേക നിർദ്ദേശമുണ്ട്, ജില്ലാ ഫ്രാഞ്ചൈസിക്ക് നിർദ്ദേശമുണ്ട്, ഒരു കാരണവശാലും ഈ ഐ ഡി ഇല്ലാതോ അല്ലെ ബൾക്കായിട്ടോ പ്രോഡക്റ്റ് വെളിയിൽ കൊടുക്കരുത്. കാരണം ഏതെങ്കിലും തരത്തിൽ നമ്മുടെ കയ്യിൽ നിന്ന് പ്രോഡക്റ്റ് ഇപ്പൊ ആമസോണിലോ ഫ്ലിപ്കാർട്ടിലോ അങ്ങനെ എന്തെങ്കിലും ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ ജില്ലാ ഫ്രാഞ്ചൈസി കട്ട് ചെയ്യുമെന്ന് പറഞ്ഞേക്കുക. അന്നേരം അനധികൃതമായിട്ട് ഒരു കാരണവശാലും ഇത് വെളിയിൽ ഈ പ്രോഡക്റ്റ് ആളുകൾക്ക് കിട്ടരുത്. ഇത് ഡയറക്റ്റ് സെല്ലിംഗ് ആണ്. ഇത് നമ്മളെ പോലുള്ള വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് വരുമാനം കിട്ടാൻ വേണ്ടിയുള്ള ഒരു സംഭവമാണ്. ഞാൻ ഈ ആദ്യ സമയത്ത് അന്ന് പിന്നെ സാർ ജോഷി സാറ് പിന്നെ ബെൻസ് വണ്ടിയിലായിരുന്നു അന്ന് ആദ്യ സമയത്ത് യാത്ര ചെയ്യുന്നത്. അന്ന് സാറിന്റെ ഒരു സ്പീച്ച് ഞാൻ കേട്ടു, അടുത്ത വർഷം ആകുമ്പം എൻ്റെ കൂടെ ഉള്ള ഒരു 100 പേരെങ്കിലും ബെൻസ് വണ്ടിയിൽ യാത്ര ചെയ്യണം. അദ്ദേഹത്തിന്റെ കൺസെപ്റ്റ് എന്താണെന്ന് ആലോചിക്കണം, അദ്ദേഹത്തിന്റെ മനസ്സെന്താണെന്ന് നമ്മൾ ആലോചിക്കണം. അതുപോലെ തന്നെ നമ്മളും നമ്മുടെ കീഴിലുള്ള, അങ്ങനെ പറഞ്ഞുകൂടാ, നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന നമ്മുടെ സഹപ്രവർത്തകർക്ക് നമ്മൾ എന്തെല്ലാം സഹായം ചെയ്യാമോ അതുപോലെ നമ്മൾ അവർക്ക് വർക്ക് കൊടുക്കുക, അവർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക, അവരെ ഇത് കാര്യങ്ങൾ പഠിപ്പിക്കുക. അതുപോലെ നമുക്ക് ഇതിനകത്ത് ഈഗോ വരാൻ പാടില്ല. നമ്മളെക്കായും നല്ല മിടുക്കരായിട്ടുള്ള ആൾക്കാർ നമ്മളെ കൂടെ വരുമ്പോഴാണ് നമ്മൾ രക്ഷപ്പെടുന്നത്. അന്നേരം നമ്മൾ അവരോട് ഈഗോ കാണിക്കുക, നമ്മളെക്കായി മിടുക്കന്മാര് നമ്മുടെ കൂടെ വരണം, എങ്കിലേ നമ്മൾ രക്ഷപ്പെടും. അന്നേരം അങ്ങനെയുള്ള, അത് ഇപ്പൊ ഇതിനകത്തൊക്കെ കാണുന്ന എന്നിൽ കവിഞ്ഞ ആരും ആവരുത് എന്നുള്ള ഒരു ചിന്താഗതി ഒരുപാട് പേരിലുണ്ട്. അത് അങ്ങനെ ഉണ്ടാവരുത്. ഇത് ഈശ്വരാധീനമായിട്ടുള്ള ഒരു കർമ്മമാണ്, ദൈവീയമായിട്ടുള്ള ഒരു പ്രവൃത്തിയാണ്, ദൈവത്തിന്റെ കയ്യൊപ്പുള്ള ഒരു പ്രോഡക്റ്റാണ്. ഇത് പ്രകൃതിയിൽ നിന്ന് തന്നെ കിട്ടുന്നതാണ്. അന്നേരം ആ ഒരു നിലവാരത്തിൽ നമ്മൾ എടുത്തു വേണം ഇതിനെ കാണാൻ. അതുപോലെ നമ്മുടെ ഇത് സത്യസന്ധമായിട്ട് ഇത് കാര്യങ്ങൾ ചെയ്യണം. നമ്മുടെ ലീഡർമാരായാലും നമ്മൾ പ്രോഡക്റ്റ് പിന്നെ ആളുകൾക്ക് കൊടുക്കുന്നതും, ആളുകളെ പിന്നെ ഇപ്പം ഒരുപാട് പേര് ഇതിനകത്ത് ഒത്തിരി പേരൊക്കെ പരാതി പറയുന്നുണ്ട്, പ്രോഡക്റ്റ് നമ്മുടെ ആളുകൾ എടുത്തിട്ട് തിരിച്ചു കൊടുക്കുന്നില്ല, അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഒന്നും ആവരുത്. നമ്മുടെ കൂടെ നിൽക്കുന്നവരെ എപ്പോഴും നമുക്കിത് സമ്പത്തുണ്ടാവുന്നതിലുപരി നമുക്കൊരു നിലവാരം ഈ പ്രോഡക്റ്റ് കൊണ്ട്, ഈ പൈസ കിട്ടുന്നത് കൊണ്ട് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവണം. അങ്ങനെയും കൂടെ ഒരു കാര്യം ഇതിനകത്തുണ്ട്. പിന്നെ വേറെ പിന്നെ ഞാൻ ഈ അടുത്ത സമയത്ത് എൻ്റെ ഒരു സഹോദരിയുടെ ഒരു കൂട്ടുകാരി വയനാട്ടിലുണ്ടായിരുന്നു. വയനാട്ടില് അവര് ഗവൺമെന്റ് സർവീസിൽ നിന്ന് റിട്ടയർഡ് ആയതാ. അന്നേരം അവർക്ക് ഒത്തിരിയും പ്രശ്നങ്ങളുണ്ട്. അന്നേരം പെങ്ങള് പറഞ്ഞത് കൊണ്ടാണ് അവര് മേടിച്ചത്. അന്നേരം അവര് പിന്നെ ഹസ്ബൻഡ് എതിരാ. പക്ഷെ എങ്കിലും എൻ്റെ സഹോദരി പറഞ്ഞല്ലേ മേടിച്ചോളാൻ പറഞ്ഞ് അങ്ങനെ മേടിച്ചു. അവര് 4 ദിവസം അവർക്ക് ഉറക്കമില്ലായിരുന്നു. 4 ദിവസമായപ്പോൾ അവര് എന്നെ വിളിച്ചു, എനിക്ക് ഉറക്കത്തിന് വ്യത്യാസമുണ്ട്, കൈയുടെ പെരുപ്പിന് കുറവുണ്ട്. അപ്പൊ എന്നെ ഒരു 3-4 ദിവസം മുമ്പ് അവർ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, സാറേ എൻ്റെ കയ്യില് ഇവിടെ ഇങ്ങനെ 2-3 മുഴയുണ്ടായിരുന്നു, ഇപ്പൊ 15 ദിവസം ആയതേ ഉള്ളൂ, ഈ മുഴ ഇപ്പൊ കാണാനില്ല. എന്നിട്ട് ഹസ്ബൻഡിന് ഒരു മൈഗ്രെയിൻ വന്നപ്പോൾ അവർ ബെൽറ്റ് എടുത്ത് നെറ്റി കെട്ടിയിട്ട് നെറ്റി കെട്ടിക്കഴിഞ്ഞപ്പം അദ്ദേഹത്തിന് തലവേദന മാറി. ഇപ്പൊ അദ്ദേഹത്തിന് ഒരുമാതിരി ഒരു ചെറിയ വിശ്വാസമായി തുടങ്ങി എന്ന് എന്നോട് വിളിച്ചു പറഞ്ഞു. പിന്നെ അതുപോലെ ഞാനിപ്പം ഒരു DYSPക്ക് കൊടുത്തു, അദ്ദേഹത്തിന് ഒരു MLA പറഞ്ഞിട്ടാണ് കൊടുത്തത്. അദ്ദേഹത്തിന് പറഞ്ഞു എനിക്ക് പ്രത്യേകിച്ച് രോഗമൊന്നും ഇല്ലായിരുന്നു, പക്ഷേ
എൻ്റെ അടുത്ത് പറഞ്ഞത് 2 ദിവസം കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, സാറേ എനിക്ക് ഉണ്ടായ ഒരു അനുഭവം, ഞാൻ രാത്രി 2 പ്രാവശ്യം മൂത്രമൊഴിക്കാൻ എഴുന്നേക്കുമായിരുന്നു, ഇപ്പം അതില്ല. രാത്രി ചെന്ന് കിടന്ന് രാവിലെ 5 മണിക്ക് എഴുന്നേക്കുന്നുള്ളൂ. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ മകള് കോളേജ് ലെക്ചറാണ്, അവർക്ക് മൈഗ്രെയിൻ ഉണ്ടായിരുന്നു. ഈ ബെൽറ്റ് എടുത്ത് കെട്ടിയപ്പോൾ മൈഗ്രെയിൻ മാറി. അദ്ദേഹത്തിന്റെ 2 സഹോദരിമാർക്ക് പ്രോഡക്റ്റ് വേണമെന്ന് എന്നോട് ഇങ്ങോട്ട് വിളിച്ചു പറഞ്ഞു. അതുപോലെ ഒരു ക്രൈം ബ്രാഞ്ചിലെ ഒരു ഉദ്യോഗസ്ഥന് കൊടുത്തു. അദ്ദേഹത്തിന് ഷുഗർ കൂടുതലായിരുന്നു, വർഷങ്ങളായിട്ട് അദ്ദേഹത്തിന് ഉറക്കമില്ല. ഇന്ന് 2 ദിവസമായപ്പോൾ തന്നെ എന്നോട് വിളിച്ചു പറഞ്ഞു ഇപ്പൊ 2 ദിവസമായിട്ട് സുഖമായിട്ട് ഉറങ്ങുന്നു. അന്നേരം ഇത് നമ്മൾ ആദ്യമൊക്കെ ചില എതിർപ്പുകളും ചിലപ്പോൾ ചെല്ലുമ്പോൾ ചില വിഷമങ്ങളും ഒക്കെ നമ്മൾ ഫീൽഡിൽ നിന്ന് കേൾക്കാം. അങ്ങനെ കേൾക്കാൻ തയ്യാറുള്ളവർക്ക് മാത്രമേ ഇത് വിജയിക്കാൻ പറ്റൂ. ഇത് നമ്മൾ ഇതിനകത്ത് വർക്ക് ചെയ്യുന്ന ആൾക്കാരിൽ ഇപ്പൊ ആക്റ്റീവായിട്ട് നിൽക്കുന്ന ആൾക്കാർ ഒരുപാട് പേര് ഇതിൽ നിന്ന് വിട്ടുപോയി. അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഒന്ന് അവർക്ക് ഫോളോ അപ്പ് ഇല്ല. ഇപ്പൊ ഞാൻ തന്നെ ഞാൻ ഇപ്പൊ യൂട്യൂബിലൊക്കെ ചെറിയ ചെറിയ ഇത് കിട്ടപ്പോ എന്നെ പലരും വിളിക്കുമ്പം അവരെല്ലാം ആരാ, ചിലർ കൊണ്ട് കൊടുത്തിട്ട് അവര് തിരക്കിയിട്ട് പോലും ഇല്ല. ചിലർക്ക് ആരാ കൊണ്ട് കൊടുത്തതെന്ന് പോലും അറിയാൻ വയ്യാത്ത ഒരവസ്ഥയുണ്ട്. അവരൊക്കെ ഇപ്പൊ എന്നെ വിളിച്ച് അവരൊക്കെ എൻ്റെ കൂടെ ഐഡിയ അടിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ആർക്കും അങ്ങനെ ഒരു നഷ്ടം വരരുത്. നമ്മളിത് വർക്ക് ചെയ്യുന്ന ആൾക്കാർ കൃത്യമായിട്ട് നമ്മളിത് അവരെ ഫോളോ അപ്പ് ചെയ്യണം. ഫോളോ അപ്പ് ചെയ്ത് അവരെ പരമാവധി അവരെ ഐഡിയ അടിക്കാൻ നോക്കുക. ഈ പിന്നെ ഞാൻ പോകുന്നിടത്ത് ബിസിനസ് കൂടെ പറയുന്നുണ്ട്. ചിലരെ ആൾക്കാർ പറയും ബിസിനസ് പറയരുത്, ബിസിനസ് പറഞ്ഞാൽ പേടിക്കുകയില്ല. ഞാൻ എൻ്റെ ഒരു പോളിസി എന്ന് പറഞ്ഞാൽ പേടിക്കാത്തവർ പേടിക്കണ്ട. കാരണം ഇത് ഉപയോഗിക്കണമെങ്കിൽ ഒരു ഈശ്വരാധീനം ഉള്ളവർക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റൂ എന്നുള്ള ഒരു സത്യവും കൂടി ഇതിനകത്തുണ്ട്. അന്നേരം ബിസിനസ് വേണ്ടുന്നവർക്ക് ബിസിനസ് ആയിട്ട് ചെയ്യാം എന്നൂടെ ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെ പറഞ്ഞു കൊടുക്കുന്നതുകൊണ്ട് തെറ്റില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ ബിസിനസ് കാര്യം ആദ്യം പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ അവരെ ഫോളോ അപ്പ് ചെയ്ത് അവർക്ക് റിസൾട്ട് കിട്ടുമ്പം ഇത് നമ്മൾ ഈ ഓടി നടന്ന് ഈ പ്രോഡക്റ്റ് കൊടുക്കുന്നതിനേക്കാളും നല്ലത് ഈ കൊടുക്കുന്നവരെ ഫോളോ അപ്പ് ചെയ്ത് അവരിലൂടെ ബിസിനസ് എടുക്കാമെങ്കിൽ ഇതിന്റെ ഏറ്റവും വലിയ വിജയം അതായിരിക്കും എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. പിന്നെ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പം പറയാനാണെങ്കിൽ ഒരു ദിവസം പറഞ്ഞാൽ മൊത്തം പറയാനുള്ള കാര്യങ്ങളുണ്ട്. ഇനി ബാക്കി കൂടുതൽ സമയങ്ങള് പിന്നെ മനോജ് സാറ് കുറെ കാര്യങ്ങൾ പറയട്ടെ. അതാകുമ്പോൾ ആളുകൾക്ക് എല്ലാവർക്കും കുറേയും കൂടെ ഉൾക്കൊള്ളാൻ പറ്റും. ഞാൻ ഇത്രയും പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും എന്നിൽ നിന്ന് എന്തെങ്കിലും ഒരു നല്ലതെന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തും. താങ്ക് യു സാർ, താങ്ക് യു സോ മച്ച്. അല്പസമയം കൊണ്ട് ഒത്തിരി കാര്യങ്ങളാണ് സാറ് പറഞ്ഞത്. ഞാൻ ആദ്യമേ സൂചിപ്പിച്ച പോലെ വെറും ഒരു സ്റ്റോക്കിസ്റ്റോ ഡിസ്ട്രിബ്യൂട്ടറോ അല്ല, ജനങ്ങളിലേക്ക് ഇറങ്ങി ചെന്നിട്ട് സാറ് എല്ലാ ഓരോരുത്തരുടെയും എന്ന് പറയാ ഫോളോ അപ്പ് ചെയ്തുകൊണ്ട്, ഞാൻ പറഞ്ഞ പോലെ തന്നെ ഫോളോ അപ്പിലാണ് ഫോക്കസ് കൂടുതലുള്ളത്. കൊടുത്ത ആൾക്കാരെ ഫോളോ അപ്പ് ചെയ്യുക, കൊടുക്കേണ്ടവരെ ഫോളോ അപ്പ് ചെയ്യുക, ഇതാണ് ഇതിന്റെ കാതലായ ഭാഗം. അതാണ് സാറ് പറഞ്ഞത്. ഒത്തിരി ആളുകൾക്ക് റിസൾട്ട് കിട്ടിയിരിക്കുന്നത് അത് നമ്മൾ ഫോളോ അപ്പ് ചെയ്യുമ്പോഴേ അവർ പറയുള്ളൂ. അതല്ലാതെ അവരിപ്പോ നമ്മളോട് ഓടി വന്നിട്ട് നമ്മളെ ഫോളോ അപ്പ് ചെയ്ത് പറയാൻ പോണില്ല. നമ്മൾ ഫോളോ അപ്പ് ചെയ്യുമ്പോൾ എങ്ങനെയുണ്ട് എന്നൊക്കെ ഉള്ള രീതി ചോദിക്കുമ്പോഴാണ് അത് നമ്മളോട് പറയുക. ശരിക്കും പറഞ്ഞാൽ ഇന്ന് ശ്രീകുമാർ സാറ് സംസാരിച്ചത്, നമ്മളുടെ ടോപ്പിക്ക് ഈ വേർട്ടോറിയവും ഞാനും ശരിക്കും ഈ വേർട്ടോറിയം പ്രോഡക്റ്റ് എന്താണെന്ന് വിശദീകരിച്ചു വളരെ സംക്ഷിപ്തമായിട്ട് പുതിയ ആളോട് പറയുന്ന രീതിയിൽ. അത്രയും പറഞ്ഞാൽ മതി കാര്യങ്ങൾ മനസ്സിലാക്കാൻ. അത് പറഞ്ഞു. പിന്നെ ഞാനെന്നുള്ളത് വ്യക്തിപരമായ കാര്യങ്ങളിലേക്കല്ല കടന്നത്, അതിന്റെ ആവശ്യമില്ല. സത്യത്തില് സെൽഫ് ഒരു ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ജസ്റ്റ് ഇന്ന സ്ഥലം ഇത് അത് പറഞ്ഞു. പിന്നെ ഞാൻ എന്താ ചെയ്യുന്നത് ഈ ഓഡിറ്റോറിയത്തിൽ, അതാണ് സാറ് പറഞ്ഞത്. വളരെ മാതൃകാപരമായിട്ട്, വളരെ എന്താ പറയാ, വിജ്ഞാനപ്രദമായ മോട്ടിവേഷൻ ലഭിക്കുന്ന രീതിയിലാണ് സാറ് സംസാരിച്ചത്. തീർച്ചയായിട്ടും വാസ്തവത്തില് ഇതിന്റെ ഗുണഗണങ്ങൾ സാറ് പറഞ്ഞ പോലെ തന്നെ ഒരുപാട് പറഞ്ഞാൽ തീരാത്തത്ര കാര്യങ്ങളുണ്ട്. നമ്മൾ ജസ്റ്റ് അതൊന്ന് ഒന്ന് ആലോചിച്ചാല്, ഇതൊരു ബിസിനസ് ആയിട്ട് കാണുന്നവരാണ് നമ്മൾ ഭൂരിപക്ഷം വരും. അത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഞാൻ നേരത്തെ. ഈ ബിസിനസ്സിൽ സത്യത്തിൽ ബിസിനസ്, ഏതൊരു ബിസിനസ്സും നമ്മൾ പറയും ഒരു ഉന്തുവണ്ടി കപ്പലിന്റെ കച്ചവടം നിലക്കടല കച്ചവടം നടത്തുന്നവരില്ലേ, നമ്മൾ കാണാറുള്ളതാണ്. അതിന് പോലും, അതാണ് ഇപ്പൊ ഏറ്റവും ചെറിയ ബിസിനസ് ആയിട്ട് നമുക്ക് പെട്ടെന്ന് ഓർമ്മയിൽ വരുന്നത്. അതിന് പോലും ഒരു ഇൻവെസ്റ്റ്മെന്റ് വേണം, ഒരു ഉന്തുവണ്ടി വേണം, ഒരു എന്താ പറയാ ചീനച്ചട്ടി വേണം, അതിന്റെ സാമഗ്രികള്.
അല്ലെ? സന്ധ്യ ആവുമ്പോ അവിടെ ലൈറ്റ് വേണം, അതിനൊരു പെട്രോൾ മാഷോ അതുപോലെ എന്തെങ്കിലും ലൈറ്റ് സംവിധാനം വേണം. ചുരുക്കി പറഞ്ഞ ഒരു 10 രൂപ ഇല്ലാതെ എന്ത് ബിസിനസ് ചെയ്യാനാ? 10 രൂപ കൊണ്ടാവുമോ അത്? അപ്പൊ ഇവിടെ സത്യത്തില് ഇവിടെ 10 രൂപയ്ക്ക് ഒരു 9,800 ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കുന്ന ആള് അത് ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതല്ല വാസ്തവത്തില്. ആക്ച്വലി ഈ 25 കൊല്ലം ഉപയോഗിക്കാവുന്ന ഒരു മഹത്തായ പ്രോഡക്റ്റ് ആണ് വാങ്ങിക്കുന്നത്. നമ്മളെ വീട്ടിലേക്ക് നമ്മൾ വാട്ടർ ഫിൽട്ടർ മേടിക്കും, നമുക്ക് നമ്മള് AC വാങ്ങിക്കുന്നു, ഫ്രിഡ്ജ് വാങ്ങിക്കുന്നു, ടെലിവിഷൻ വാങ്ങിക്കുന്നു. ഇതിനൊക്കെ എത്ര രൂപ വേണം? ഒരു സാധാരണ ഗതിയില് 20,000-ലേറെ രൂപ വേണം ഒരു എയർ കണ്ടീഷൻ നമ്മുടെ വീട്ടില് ഒരു AC യൂണിറ്റ് വെക്കണമെങ്കിൽ. ഇവിടെ നമുക്ക് 20,000-ൽ മേലെ വരുന്നില്ല. 19,300 ഉണ്ടെങ്കിൽ നമുക്ക് പ്രീമിയം പ്രോഡക്റ്റ് കിട്ടും, സൂപ്പർ പ്രീമിയം പ്രോഡക്റ്റ് ഡബിൾ 19,300 ഉള്ളൂ. അത് നമുക്ക് ക്യാഷ് തിരിച്ചു കിട്ടാനുള്ള ഒരു മണി ബാക്ക് സിസ്റ്റം ഉണ്ടെന്ന് പറയുമ്പോ നമ്മളത് പറഞ്ഞു കൊടുക്കുമ്പോൾ സാറ് പറഞ്ഞ മാതിരി ഇതിനകത്തൊരു മണി ബാക്ക് സിസ്റ്റം ഉണ്ടെന്ന് പറഞ്ഞ് തുടങ്ങുമ്പോ തന്നെ അതെങ്ങനെ കാശ് തിരിച്ചു കിട്ടുന്ന സംഭവം അത് പൊതുവെ കുറവാണല്ല. മണി ബാക്ക് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഇതിനകത്തൊരു മണി ബാക്ക് കിട്ടുന്ന വിചാരിക്കാം. സാറേ അത് സാറ് ഉപയോഗിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് ഇതിന് ഡെഫിനറ്റ്ലി അതിനൊരു ഗുണഫലം ഉണ്ടാവും. അപ്പോ സാറ് പറഞ്ഞില്ലെങ്കിൽ പോലും ആളുകൾ അറിയും. സാറിനെ കാണുമ്പോ പറയും ഇങ്ങോട്ട് ഈ പ്രോഡക്റ്റ് ഉപയോഗിച്ചിട്ട് നല്ല വ്യത്യാസം ഉണ്ടല്ലോ, എന്താണ് ഇപ്പൊ ഈയിടെ ആയിട്ട് നല്ല ചേഞ്ച് ഉണ്ടല്ലോ എന്ന് ഇങ്ങോട്ട് പറയും. പ്രത്യക്ഷത്തിൽ നമ്മുടെ ലുക്കിൽ തന്നെ മാറ്റം വരും. പിന്നെ നമുക്ക് കിട്ടുന്ന ഗുണഫലങ്ങൾ നമ്മൾ പറയുമ്പോൾ അവര് വാങ്ങിക്കുമ്പോ കമ്പനി അതിന്റെ ഒരു ലാഭവിഹിതം നമുക്ക് വരുന്ന സിസ്റ്റമാണ്. അതിനകത്ത് നമ്മൾ വേറെ ഒന്നും പ്രോഡക്റ്റ് കൊണ്ടു കൊടുക്കൊന്നും വേണ്ട. അത് എവിടെ കിട്ടും എങ്ങനെ കിട്ടും എന്ന് പറയുമ്പോ എന്റെ ജസ്റ്റ് റെഫർ ചെയ്ത് കൊടുത്താൽ മതി. അതല്ലെങ്കിൽ കമ്പനിയുടെ അഡ്രസ്സിലേക്ക് അപ്പൊ ഞാൻ കാശ് അയപ്പിക്കുമ്പോൾ സാറിന് ഇവിടെ കിട്ടിയ പോലെ കൊറിയർ വരികയോ അതല്ലെങ്കിൽ ഞാൻ കൊണ്ടുവന്ന് തരികയും ചെയ്യും, അല്ലെങ്കിൽ അവൾ കൊടുക്കും. അപ്പൊ സാറിന് അതിന്റെ ഒരു ഇത് കിട്ടും. പക്ഷെ സാർ അത് ഇനീഷ്യേറ്റീവ് എടുത്തിട്ട് ഞങ്ങളെ പോലെ അല്ലെങ്കിൽ എന്നെ പോലെ അത് ഒന്ന് പ്രൊമോട്ടറായി മാറുകയാണെങ്കിൽ എത്ര കാശ് കിട്ടുമെന്ന് അൺബിലീവബിൾ ആയിട്ടുള്ള എമൗണ്ട് ആണ് കിട്ടുക. നമ്മളൊരു അപ്പോഴാണ് ശരിക്കും ഞങ്ങൾക്കൊക്കെ ഒരു എന്തെന്ന് പറയാ ഇതിനകത്ത് പ്രവർത്തിക്കാൻ ആവേശം കിട്ടുന്നത്. നല്ല രീതി കിട്ടുന്നുണ്ട് എന്നുള്ള രീതിയിൽ പറയാം. അപ്പൊ ഇതിന്റെ ശരിക്കും പറഞ്ഞ ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാത്ത ബിസിനസ്, അപ്പൊ മണി ബാക്ക് സിസ്റ്റം അറ്റ്ലീസ്റ്റ് ഒന്നും ചെയ്യാത്തവർക്ക് ക്രമേണ ഇതിന്റെ മണി ബാക്ക് എങ്കിലും കിട്ടും. അതാണ് ഇതിന്റെ ഒരു ഹൈലൈറ്റ്. പിന്നത്തെ ഹൈലൈറ്റ് എന്താണ്? നമ്മൾ ബിസിനസ് ആയിട്ട് എടുത്ത് ചെയ്യുന്നവർക്ക് ഒരു ടൈം ഫ്രീഡം ഉണ്ട്. ഏതൊരു ജോലിക്കും ഏതൊരു ബിസിനസ്സും ചെയ്യുന്നവർക്ക് ടൈം ഫ്രീഡം ഇല്ലെന്ന് വേണം പറയാൻ. ജോലിയാണെങ്കിൽ കറക്റ്റ് ആയിട്ട് ആ സമയത്ത് എത്തണം. ഇവിടെ ഞാൻ കൊടുങ്ങല്ലൂരാണ്. കൊടുങ്ങല്ലൂരിൽ നിന്ന് എറണാകുളത്തും തൃശ്ശൂരൊക്കെ ജോലിക്ക് പോയി അതാത് ദിവസം പോയി വരുന്നവരുണ്ട്. മണിക്കൂറുകൾ യാത്ര ചെയ്യണം. എറണാകുളത്ത് ജോലിക്ക് പോയി വരണമെങ്കിൽ ഒരു 4 മണിക്കൂറാണ് യാത്രക്ക് തന്നെ വേണ്ടി വരിക ബസ്സിന്. അതല്ലെങ്കിൽ 2 വീലറിന് പോണവരാണെങ്കിലും ഒരു 3 മണിക്കൂർ വേണം. അതിന്റെ ബന്ധപ്പാടും. അപ്പോ അത് കറക്റ്റ് സമയത്ത് അവിടെ എത്തണം. 9:30 മണിക്കോ 10 മണിക്കോ എത്തണം. 9 മണിക്കോ എത്തണമെങ്കിൽ ഇതിന് വെളുപ്പാങ്കാലത്ത് തന്നെ പുറപ്പെട്ട് അവിടെ എത്തണം. അപ്പൊ കറക്റ്റ് ടൈം പാലിക്കണം. ഇവിടെ നമുക്ക് അങ്ങനെയില്ല. നമ്മൾ ഇന്ന് അപ്പോയിന്റ്മെന്റ് എടുത്തിട്ടുണ്ടെങ്കിൽ ഇന്ന് പോണ്ടു. അതല്ലെങ്കിൽ നമുക്ക് റെസ്റ്റ് എടുക്കാം, നമ്മളുടെ പേഴ്സണൽ കാര്യങ്ങൾക്ക് മറ്റൊന്ന് ഉപയോഗിക്കാം, ഒക്കെ ചെയ്യാം. നമ്മളൊരു കമ്മിറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ ആളുകളുടെ സമയം പോലെ നമ്മൾ എന്താ പറയാ അപ്പോയിന്റ്മെന്റ് എടുത്ത് കാണുന്ന രീതിയോ അല്ലെങ്കിൽ മറ്റുള്ള മീറ്റിങ്ങിലാണെങ്കിൽ സൂം മീറ്റിംഗിൽ പോകുന്നതോ സൂം മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്നതോ അതല്ലെങ്കിൽ VOPയിൽ അറ്റൻഡ് ചെയ്യുന്നതോ ഇതിനൊക്കെ ഒരു ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. അപ്പൊ ടൈം ഫ്രീഡം നല്ലോണം ഉണ്ട് ഇവിടെ. ഒരു ബിസിനസ് ചെയ്യണമെങ്കിൽ നമ്മൾ കട തുറക്കണം, കട അടക്കണം. രാവിലെ തുറക്കുന്നത് പോലെ അടക്കുന്നത് വരെ മാത്രമാണോ ഇതിന്റെ ബന്ധപ്പാടും ടെൻഷനും ഇല്ലേ? അപ്പൊ നമുക്ക് അവിടെ കറക്റ്റ് സമയത്ത് തുറന്നില്ലെങ്കിൽ അവിടെ ഇത് തുറന്നിട്ടില്ല കട, തുറക്കുമെന്ന് തോന്നുന്നില്ല, വേറെ കടയിൽ പോയി ആളുകൾ സാധനം വാങ്ങിക്കും. അപ്പൊ കട തുറക്കലിന് ഒരു കൃത്യം 8 മണിക്ക് തുറക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ന് 8 മണിക്ക് തന്നെ കട തുറന്നിരിക്കണം. അതേപോലെ രാത്രി 8 മണി വരെ എന്തെങ്കിലും അവിടെ. അപ്പൊ എത്ര മണിക്കൂറാണ് അതിനകത്ത് നമ്മൾ ഇത് വരുന്നത്? അപ്പൊ വല്ല ടൈം ഫ്രീഡം ഉണ്ട് അവിടെ. അപ്പൊ നമുക്കിവിടെ ഇൻവെസ്റ്റ്മെന്റ് ഇല്ല, അതല്ലെങ്കിൽ മണി ബാക്ക് സിസ്റ്റം ഉണ്ട്, അതല്ലെങ്കിൽ ടൈം ഫ്രീഡം ഉണ്ട്. പിന്നെ ഇതിനകത്ത് വേറെ ജോലിക്കാണ് പോണെങ്കിൽ ബോസിംഗ് ഉണ്ട് അവിടെ. അവിടെ സീനിയർ ആണോ ജൂനിയർ ആണോ എന്നുള്ളതല്ല, നമ്മളുടെ മാനേജറെ നമ്മൾ ബോസായിട്ട് കണ്ട് SR പറഞ്ഞോളണം. ഇവിടെ നമ്മൾ സാർ എന്ന് വിളിക്കുന്നത് പ്രായത്തിനെ കൊണ്ടോ അല്ലെങ്കിൽ സീനിയോറിറ്റി കൊണ്ടോ അതല്ലെങ്കിൽ സ്നേഹം കൊണ്ടോ ആണ്. അതല്ലാതെ ഒരാളെയും ഭരിക്കുന്നില്ല. ഭരിക്കാൻ ആരാലും ഭരിക്കപ്പെടുന്നുമില്ല. അതാണ് അതിന്റെ ബോസ് എന്ന് പറയുമ്പോ ശരിക്കും ഭരിക്കുന്ന രീതിയിലാണ് അല്ലെ? ആരും ഇഷ്ടപ്പെടുന്നില്ല ഇവിടെ ബോസ്.
ബോസ് കളിക്കുക എന്ന് പറയില്ലേ. അപ്പൊ ബോസ് ഇല്ല. അപ്പൊ ഞാനാണ് ഇവിടുത്തെ ഇതില് നമ്മളിവിടെ വരുന്ന ഈ ഇവോട്ടോറിയത്തിൽ വരുന്ന അല്ലെങ്കിൽ മൊത്തത്തിൽ നെറ്റ്വർക്ക് സിസ്റ്റത്തിൽ വരുന്നവരൊക്കെ തന്നെ ഒരു സർക്കിൾ അവിടെ എക്സ്പാൻഡ് ചെയ്യുന്ന പോലെയാണ്. ആദ്യം ഞാൻ വന്നു, ഞാൻ രണ്ടാളെ കൊണ്ടുവന്നപ്പോ 3 പേരും കൈ കൊടുത്തിട്ട് ഒരു വട്ടമായി. ആ 3 പിന്നെ 6 അപ്പൊ വട്ടം ഒന്ന് വലുതായി, അത് 12 ഇങ്ങനെ അങ്ങനെ വട്ടത്തിന് വിസ്തൃതി വെച്ച് വരുന്ന നൂറുകണക്കിന് ആയിരക്കണക്കിന് ആൾക്കാരായി വരുന്ന ഒരു സർക്കിളാണ് വാസ്തവത്തിൽ അത്. എല്ലാവരും തുല്യരാണ്. ആ സർക്കിള് ആ സ്റ്റേഡിയത്തിന്റെ നടുക്കുന്ന് തുടങ്ങി 3 ആള് അല്ലെങ്കിൽ ഒരാള് 3 ആളായത് ഒന്ന് ഭാവന കണ്ടു നോക്കി. ആ സ്റ്റേഡിയം ചുറ്റും അതല്ലെങ്കിൽ നിറഞ്ഞു. പിന്നെ ആ സ്റ്റേഡിയം മുഴുവനും നിറയുമ്പോൾ ആ മൊത്തത്തിൽ ഒരു ടീമിന്റെ ഒരു വലിപ്പമാണ്. അവിടെ ഒരാളെയും ഭരിക്കുന്നില്ല, ഒരാളെക്കാളും വലുതുമല്ല. അതാണ് നമ്മളുടെ ഈ ഈ ഇതിന്റെ ഒരു പ്രത്യേകത. അത് വളരെ ഒരു വലിയൊരു പോയിന്റാണ്. അക്കാര്യം ആരും മറന്നു പോകരുത്. ഞാൻ ഇങ്ങനെ 2 വാക്ക് പറയാനൊരു കാരണമുണ്ട്. സാധാരണ പതിവിന് വിപരീതമായിട്ട് എന്താണ് ഇത് MC ഇങ്ങനെ സംസാരിക്കുന്നു എന്ന് തോന്നുന്നുണ്ട. ഇന്ന് പ്രത്യേകിച്ച് വേറൊരു കൺക്ലൂഷൻ ഇല്ല. അപ്പൊ നിങ്ങൾക്ക് ബോറടിക്കില്ലെന്ന് വിചാരിക്കുന്നു. അപ്പൊ അത് 2 വാക്ക് പറഞ്ഞു പോണാണ്. 7 മണി വരെയുള്ള നമ്മുടെ സമയം. ഇന്ന് മനോജ് സാറ് യാത്രയിലാണ്, വരില്ല. അലിക്ക എന്നെ കൺക്ലൂഡ് ചെയ്തോളൂ എന്ന് പറഞ്ഞു. ഇനിയിപ്പോ അതിന് വേറെ ആരാ വിളിക്കണ്ട എന്നുള്ള അർത്ഥത്തില്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ജസ്റ്റ് ഇതിന്റെ ഒരു ഹൈലൈറ്റ്സ് പറയാം. നമ്മളുടെ ഈ ബിസിനസിന്റെ ഒരു പ്രത്യേകത. നോ ബോസ് ഇല്ല. പിന്നെ നമുക്ക് കിട്ടുന്നത് എന്താണ്? നമ്മളല്ലാണ്ടായി മാറുന്ന ഒരു അവസ്ഥയുണ്ട് ഇവിടെ. പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ഏതൊരാൾക്കും ഭയങ്കര അനുഭവങ്ങൾ ഉണ്ടാവും ഇല്ലേ? ഒരാളുടെ മുമ്പിൽ സംസാരിക്കാൻ പോലും കഴിവില്ലാത്തവരാണ് ഏതൊരാളും. ആദ്യകാലത്ത് ഞാനും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. ഇപ്പൊ ഈ നെറ്റ്വർക്ക് ഇൻഡസ്ട്രിയിൽ വന്നിട്ട് ഞാൻ 20 വർഷത്തിലേറെയായി. അപ്പൊ അതുകൊണ്ടൊക്കെയാണ് എനിക്ക് ഇത്ര സംസാരിക്കാൻ കഴിയുന്നത്. അല്ലെങ്കിൽ എന്റെ പ്രായക്കാര്, എന്റെ കൊളീഗ്സ്, എന്റെ ഫ്രണ്ട്സ് ഒന്നും ഇങ്ങനെ ഒരു ക്രൗഡിനെ കുറച്ചുപേരെ അഭിസംബോധന ചെയ്ത് സൂമിലായാലും പുറത്തായാലും സംസാരിക്കുന്നില്ല എന്ന് ഞാൻ തിരിച്ചറിയുന്നുണ്ട്. ഈ കഴിവ് എനിക്ക് ആർജിക്കാൻ പറ്റിയത്, ഈ പേഴ്സണാലിറ്റി ഇങ്ങനെ ഡെവലപ്പ് ചെയ്യാൻ പറ്റിയത് ഈ ഒരു ഇൻഡസ്ട്രിയിൽ വന്നുകൊണ്ടാണ്. ഞാൻ വേറൊരു കമ്പനിയിൽ ജോലി ചെയ്യണമെങ്കിൽ കഴിയില്ല. 20 കൊല്ലം എത്ര കൊല്ലം ജോലി ചെയ്താലും കഴിയില്ല. ഇപ്പൊ ഞാൻ എന്ന് പറഞ്ഞപ്പോ ഞാൻ ഇടക്കിട്ട് എന്നെ ഒന്ന് പരിചയപ്പെടുത്തണ്ട. എന്റെ പേര് അലി മുഹമ്മദ് എന്നാണ്. അലിക്ക എന്നാണ് എല്ലാവരും വിളിക്കുന്നത്. കൊടുങ്ങല്ലൂർ സ്വദേശിയാണ്. ഇപ്പൊ സംസാരിക്കുന്നത് കൊടുങ്ങല്ലൂർ എന്റെ വീട്ടിൽ നിന്നാണ്. എന്റെ ജീവിതം, ഞാൻ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ കഴിഞ്ഞ് ഗൾഫിൽ പോയിട്ട് 28 കൊല്ലം അവിടെ ആയിരുന്നു. എന്റെ ഫാമിലി ആയിട്ട് കഴിയാനുള്ള ഭാഗ്യം ഉണ്ടായി. എനിക്ക് 2 മക്കളാണ്, മോനും മോളും. അവര് പ്രാഥമിക സ്കൂളിൽ കഴിഞ്ഞിട്ട് നാട്ടിൽ വന്ന് പിന്നെ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് ഇപ്പൊ അവര് 2 ആളും വിദേശത്താണ്. മോൻ ലണ്ടനിലും മോള് ഓസ്ട്രേലിയയിലും. അപ്പൊ ഞാനും വൈഫ് മാത്രം നാട്ടില്. അപ്പൊ നാട്ടിൽ സെറ്റിലായ കാലം മുതൽ 2000 മുതൽ തന്നെ ഈ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഇൻഡസ്ട്രിയിൽ വരാൻ ഭാഗ്യമുണ്ടായി. വളരെ സംതൃപ്തനാണ്, വളരെ സന്തോഷമാണ്. കാരണം ഈ പറഞ്ഞതൊക്കെ തന്നെ ഇത് എൻജോയ് ചെയ്യുന്നത്. ഇൻവെസ്റ്റ്മെന്റ് റിസ്ക് ഇല്ലാത്തൊരു ബിസിനസ്സും, ടൈം ഫ്രീഡം, ഒരു ബോസിംഗ് ഇല്ല, ഒരാളെയും പേടിക്കണ്ട. അതാണ് എന്റെ രസം. ബോസ് എന്ന് പറഞ്ഞാൽ ഒരു പേടിയല്ല. പിന്നെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്, അതിനേക്കാളൊക്കെ ഉപരി മറ്റൊരു കാര്യമുണ്ട്, ഒരു സോഷ്യൽ ഹെൽത്ത്. നമ്മള് ഈ ഹെൽത്ത് എന്ന് പറയുമ്പോൾ അതിന്റെ ഡെഫിനേഷനിൽ പറയുന്ന കുറെ കാര്യങ്ങളിൽ വളരെ ഇമ്പോർട്ടന്റ് അല്ലേ? എന്താ പറയാ, ഫിസിക്കൽ, മെന്റൽ, സോഷ്യൽ, ഫൈനാൻഷ്യൽ ആൻഡ് സ്പിരിച്വൽ. ഈ 5 കാര്യങ്ങളിൽ നമുക്ക് ഹെൽത്ത് ഉണ്ടാവലാണ്, അല്ലെങ്കിൽ ഒരു വെൽബീയിങ് ആവലാണ് ശരിക്കും പറഞ്ഞ ഹെൽത്ത് എന്നാണ് അതിന്റെ ഡെഫിനിഷൻ. അപ്പൊ ആ സോഷ്യൽ ഹെൽത്ത് എന്നുള്ളതിൽ ഇപ്പോ നിങ്ങൾക്കൊക്കെ അറിയാം, പലരും, ഞാൻ പോലും അറിയാത്തവര്, ഇപ്പോ ക്യാമറ ഓണാക്കി ഇരിക്കാത്തവരെ കണ്ടാൽ അറിയൂലല്ലോ. ക്യാമറ ഓണാക്കി ഇരിക്കുന്നവരെ ഏതെങ്കിലും മീറ്റിംഗിൽ കാണുമ്പോൾ അറിയും. പക്ഷെ ഇങ്ങനെ നമ്മൾ പ്രത്യക്ഷപ്പെട്ട് ഇങ്ങനെ ഇരിക്കുന്നത് കൊണ്ട്, കഴിഞ്ഞ ദിവസം സലീം പറഞ്ഞു, തിരുവനന്തപുരത്ത് ചെന്നപ്പോഴ് ഒരുപാട് ആൾക്കാർ വന്നിട്ട് സലീംക്ക എന്ന് പറഞ്ഞു വന്ന് കൈപിടിച്ചു. കാരണം എന്താ, അവർക്ക് ഇപ്പൊ ഈ പ്ലാറ്റ്ഫോമിലൂടെ സലീമിനെ അറിയാൻ പരിചയമുണ്ട്. എന്നതുപോലെ എനിക്ക് ഒരുപാട് ആൾക്കാരുടെ സൗഹൃദം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കിട്ടിയിട്ടുണ്ട് ഈ ഇവോട്ടോറിയത്തിൽ നിന്നും അതിനു മുമ്പും വർഷങ്ങളായിട്ട്. അത് വേറെ എന്തൊരു ബിസിനസ് ചെയ്താലും ഈ നാട്ടില് കോടികൾ മുടക്കി ബിസിനസ് ചെയ്യുന്ന പരമ്പരാഗതമായിട്ട് സ്വത്തുള്ള ആളുണ്ട്, എന്റെ അയൽവാസി. ഞാൻ പേര് പറയുന്നില്ല, എടുത്തു പറയുന്നില്ല. കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു കുടുംബത്തിലെ ഒരാളാണ്. എന്നിരുന്നാലും അദ്ദേഹത്തെ ഞാൻ മനസ്സിലാക്കുന്നത് ആ ബിസിനസ് സർക്കിള്, കമ്പനി ബ്രോക്കറിയുടെ ഒക്കെ ബിസിനസ്സാ. അപ്പൊ അവര് ആ കമ്പനികള്, പ്രസ്റ്റീജ്, മറ്റുള്ള അത് അങ്ങനെയുള്ള ബ്രാൻഡുകളുടെ ആൾക്കാരെ അറിയും അദ്ദേഹത്തെ, അല്ലെങ്കിൽ ഈ പരിസരത്തുള്ളവർ അറിയുന്നല്ലാതെ
വേറെ ആരാണ് ആ കെയർ ഓഫിൽ അറിയാം, ഒരു ബിസിനസ്സുകാരെന്നുള്ള രീതിയിൽ. പക്ഷെ നമ്മൾ ബിസിനസ്സുകാരെന്നുള്ള രീതിയിൽ നമ്മളെയൊക്കെ എന്നെന്നല്ല, നിങ്ങൾ ഓരോരുത്തരെ കേരളത്തിനകത്തും പുറത്തും വിദേശങ്ങളിലും ഈ ബാറ്റോറിയം ചെയ്യുന്ന നമ്മളെ വെളൂർ ചാക്കോ സാറ്, ഇങ്ങനെ ഇങ്ങനെ ഓരോരുത്തർ പറയുന്നുണ്ടാവൂലേ? തീർച്ചയായിട്ടും ഇല്ലേ? അപ്പൊ അങ്ങനെ അങ്ങനെ ഞാൻ ഓരോരുത്തർ പേരെടുത്തില്ല, അങ്ങനെ അറിയാനുള്ള, അല്ലെങ്കിൽ അതൊരു ഹെൽത്തി എന്താ പറയാ കിട്ടുന്നത്. വെറുതെ സോഷ്യൽ ഹെൽത്ത് എന്ന് പറയുമ്പോൾ നമ്മളൊരു നല്ല കാര്യം ചെയ്തിട്ട് നല്ല ഇമേജോട് കൂടിയിട്ട് നമ്മളെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാർ, ഇതിനേക്കാളൊക്കെ അപ്പുറം നമ്മൾ ഈ പ്രോഡക്റ്റ് കൊടുക്കുമ്പോ ജനങ്ങളുടെ പ്രാർത്ഥന നമുക്ക് കിട്ടുന്നുണ്ട്. അതൊരു വലിയ കാര്യമാണ്. നമുക്കൊക്കെ മനസമാധാനവും സന്തോഷവും അതല്ലെങ്കിൽ നമുക്ക് സമ്പത്തും ഒക്കെ വരുന്നത് ജനങ്ങളുടെ ഒരു പ്രാർത്ഥനയാണ്. അവനെ ആള് ശരിയല്ല എന്നുള്ള രീതിയിൽ ആളുകൾ നമ്മളെ കാണാൻ തുടങ്ങി കഴിഞ്ഞാല് കുറെ പേര് എങ്ങനെ ഇത് എന്താ പറയാ, പ്രാർത്ഥനകൾ ഫലിക്കുമെന്നുള്ളത് നമുക്കറിയാലോ, വിശദീകരിക്കാതെ. അപ്പൊ ജനങ്ങളുടെ പ്രാർത്ഥന, ദൈവമേ അലി മുഹമ്മദ് അല്ലെങ്കിൽ അലിക്ക് അത് തന്നാരണം നമുക്ക് എന്താ ഈ പ്രശ്നം മാറി, ഞാനിത് വെരിക്കോസും കൊണ്ട് എത്ര കാലമായി നടക്കണ്, അതല്ലെങ്കിൽ ഈ ശ്വാസം മുട്ടു, ദൈവമേ, ഇങ്ങനെ ഓരോ കാര്യങ്ങളിൽ, രോഗത്തിന്റെ കാര്യത്തിൽ പോലും ദൈവമേ ഇത് വന്നില്ലെങ്കിൽ ഇപ്പൊ തെണ്ടിപ്പോയേനെ. അത്യാവശ്യത്തിന് കൈ നിറച്ച് കാശുണ്ട്, ബാങ്കിൽ എന്തെങ്കിലും ബാലൻസ് ഉണ്ട് എന്നൊക്കെ ചിന്തിക്കുമ്പോ നമ്മൾ ഓർക്കൂലേ, ഈ ഒരു പ്രാർത്ഥന മൗനമായിട്ടും വാമൊഴിയായിട്ടൊക്കെ നമുക്ക് കിട്ടും. ഇതിലൊക്കെ പുറമെ അടിവരയിടേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങൾ ഈ ബാറ്റോറിയം പറയുമ്പോൾ, ഞാനും നിങ്ങളൊക്കെ പറയുമ്പോ, ഞാൻ പല ആൾക്കാരോട് നേരിട്ട് പറയും, എന്നോട് മുഷിച്ചിലൊന്നും തോന്നണ്ട കേട്ടോ, ഞാനിതൊരു സൽക്കർമ്മമായിട്ട് ചെയ്യുന്നതാണ്. ഇത് ചാരിറ്റി എന്ന് പറയുമ്പോൾ മനസാ വാച കർമ്മണാണ് ഇല്ലേ ചാരിറ്റി, എന്ത് സൽപ്രവർത്തികൾ ചെയ്യേണ്ടത്. അപ്പൊ ഇത് ഞാൻ വാച ചെയ്യുന്നത് ഒരു സൽപ്രവർത്തിയാണ്. നിങ്ങൾ സ്വീകരിച്ചാലും ഇല്ലെങ്കിലും ദൈവം എഴുതി കഴിഞ്ഞു, എനിക്കുള്ള പ്രതിഫലം ദൈവത്തിന് ഇത് കിട്ടും എന്ന് വളരെ ചിരിച്ചുകൊണ്ട് നമ്മൾ പറയുമ്പോണ്ടല്ല, അത് സത്യത്തിൽ അതൊരു പറയണം. കാരണം അപ്പൊ അവർക്കൊരു അക്സെപ്റ്റൻസ് വരികയും ചെയ്യും. അതാണ് റിയാലിറ്റി. നമ്മൾ പുണ്യം ചെയ്തിട്ട് നമ്മൾ ഏതൊരാളും ജനിച്ച് മരിച്ചു പോകും ഇല്ലേ? അപ്പൊ നമ്മൾ എന്താ കൂടെ കൊണ്ടുപോകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെറും കൈയോടെ വരുന്നു, വെറും കൈയോടെ പോകുന്നു. ഒരാളും ഒരു പൈസയും കൊണ്ടുപോകില്ല. ബാങ്ക് ബാലൻസ് ഒന്നും നമുക്കൊരു ഗുണവും ചെയ്യൂല. ഞാനിപ്പോ ഡോക്ടർ രാജസാറിനെ കാണുന്നുണ്ട്. അത് ശരിക്കും മനസ്സിലാക്കിയിട്ട് അക്ഷരാർത്ഥത്തില് പരലോകത്തേക്ക് വേണ്ടി സമ്പാദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മാന്യ സുഹൃത്താണ് നമ്മളെ, എന്താ പറയാ, ഒരു മഹൽ വ്യക്തിത്വമാണ് രാജസാറ്. ആളുകൾക്ക് വീട് വെച്ചു കൊടുക്കണത്. ഞാൻ ഈ സത്യം പറഞ്ഞ എന്റെ അടുത്ത് ഇവിടെ 2 ഏക്കർ സ്ഥലം കിടക്കുന്നുണ്ട്, വീടിന്റെ അപ്പുറത്തൊരു പ്ലോട്ട്. പലപ്പോഴും ആലോചിക്കും, അതിൽ നിന്ന് മുറിച്ചു കൊടുത്തെങ്കിലോ ഒന്ന്. സാറ് അതൊരു പ്രചോദനമാണ്. കാരണം വീടില്ലാത്ത എത്രയോ ആളുകളുണ്ട്. പക്ഷെ ഇവിടെ സമ്പാദിച്ചു കഴിഞ്ഞാൽ നമ്മൾ മാത്രം ആവുന്നില്ല. അതിന്റെ അവകാശികളും കൂടി ഇപ്പൊ അനുവാദമൊക്കെ ചോദിച്ചിട്ട് വേണം ചെയ്യാൻ. അപ്പൊ അത് നമ്മൾ ചെയ്യാന്നുള്ളത് ഭയങ്കര സംഭവല്ലേ, പുണ്യം കിട്ടുന്ന പ്രവൃത്തിയല്ലേ. അല്ലാണ്ട് നിനക്ക് എന്ത് ബാലൻസ് ഉണ്ടാന്ന് ദൈവം നമ്മളോട് ചോദിക്കൂല ചെല്ലുമ്പോ. നീ എന്തൊക്കെ ചെയ്തത്, നീ ചെയ്തതിനൊക്കെ ഇവിടെ കണക്കുണ്ട്, എന്നാ പിടിച്ചോ, നീ ഇങ്ങോട്ട് പോ, സ്വർഗത്തിലേക്ക് പോ, നിനക്ക് സ്വർഗത്തിലെ ഉന്നത ശ്രേണിയിൽ തന്നെ നിനക്ക് ഇവിടെ സിംഹാസനം വെച്ചിട്ടുണ്ട് എന്ന് പറയും ദൈവം എന്നാണ് വിശ്വാസം ശരിക്കും പറഞ്ഞ. അതല്ലെങ്കിൽ നീ അങ്ങോട്ട് പോകാന്ന് പറഞ്ഞ് നരകത്തിലേക്ക് തള്ളി ഇടും. നരകം എന്ന് പറയുമ്പോൾ അതിന് വേറെ പല ഡെഫിനിഷൻസും ഉണ്ട്. ഏതായാലും ഈ പുണ്യപ്രവൃത്തി ചെയ്യാനുള്ള മഹാഭാഗ്യമാണ് നമ്മൾ ആദ്യം പറയുന്ന സംഗതി. അതായത് നമ്മളൊക്കെ അനുഗ്രഹീതരാണ്, ഭാഗ്യവാന്മാരാണ്. അതാണ് യഥാർത്ഥത്തിൽ ഈ ഒടുവിൽ പറഞ്ഞ കാര്യം. ജനങ്ങളുടെ പ്രാർത്ഥനയും ദൈവത്തിന്റെ പ്രീതിയും കിട്ടുക എന്നുള്ള സംഭവമാണ് ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം അത് പറയാതിരിക്കാൻ വയ്യ. കാരണം അത് നമ്മൾ മനസ്സിലാക്കണം. ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോ ഇനി നമ്മ അലസരായിട്ടിരിക്കുവോ? നമ്മളെ കയ്യിൽ കിട്ടിക്കണ അങ്ങനത്തെ ഒരു സാധനമല്ലേ. നമ്മൾ അതൊന്ന് റബ്ബ് ചെയ്താല് അതിൽ നിന്ന് ഭൂതം വന്നിട്ട് നമ്മൾ ആവശ്യപ്പെടുന്ന കിട്ടണ പോലെയുള്ള ഒരു അത്ഭുത വിളക്ക് അല്ലെങ്കിൽ ഒരു കുടമാണ് നമ്മുടെ കയ്യിലുള്ളത്. ആ കുടത്തിൽ നിന്ന് എത്ര എടുത്താലും അക്ഷയപാത്രം പോലെയാണ്, നമുക്ക് കൊടുക്കാം ജനങ്ങളിലേക്ക്. അപ്പൊ എത്രയും ജനങ്ങളിലേക്ക് അത് കൊടുക്കാതെ, ഇത് നമ്മുടെ കയ്യിലുള്ളത്, ജനങ്ങളതിലല്ലേ, നമ്മളതിലുണ്ട് ഈ സംഭവം, ഈ സോഴ്സ്. അഥവാ നമ്മൾ അറിഞ്ഞു അങ്ങോട്ട് അവിടെ പോയി കുഴിച്ചാല് നമുക്ക് ഇഷ്ടംപോലെ സ്വർണം കിട്ടും, അല്ലെങ്കിൽ ഇത് കിട്ടും എന്ന് പറയുമ്പോ അവിടെ പോയി കുഴിച്ചെടുക്കണം കേട്ടാ. അല്ലാണ്ട് അവിടെ നിന്ന് ആരും കൊണ്ടു തരൂല. അവിടെ പോയി എടുക്കുന്നവർക്കൊക്കെ കിട്ടും ഇഷ്ടം പോലെ എന്നത് പോലെ അങ്ങനെ ഉപമിക്കാം.
പക്ഷെ നമ്മൾ അങ്ങനെയൊക്കെ മനസ്സിലാക്കി നമ്മളോട് പറഞ്ഞ ആളെ വിശ്വസിച്ചിട്ട് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചിലർ ഇത്തിരി കുഴിക്കുമ്പോ കാണാതാകുമ്പോ അത് അവൻ വെറുതെ പറഞ്ഞാണ്, അതൊന്നും ശരിയാവില്ല, ഇതൊന്നും കിട്ടാൻ പോണില്ല എന്ന് പറഞ്ഞ് പിന്തിരിയുന്നവരുണ്ട്. പക്ഷെ കിട്ടിക്കഴിയുമ്പോ പിന്നെ നല്ലോണം കുഴിക്കുന്നവരുണ്ട് നമ്മുടെ മനോജ് സാറിനെ പോലെ. കാരണം ഇത് കിട്ടി, കണ്ട് അതിന്റെ രസം പിടിച്ചു, അനുഭവിച്ചു. ഇപ്പൊ ദാ വീണ്ടും കുറച്ചും കൂടെ കൂടിയിട്ട് എന്താ പറയാ, ഓപ്പണായി. ഒരു മൈനാണ് സത്യത്തില്, ഒരു ഗോൾഡ് മൈൻ പോലെ നമ്മുടെ കമ്പനിയിൽ ഇപ്പോ. ഇത് നമുക്ക് ധാരാളമായിട്ട് സമ്പത്ത് ഉണ്ടാകാനുള്ള ഫാദർ ഇൻകം എന്നുള്ളതിന്റെ അതും ഒരു വശം മാത്രം വന്നിട്ടുള്ളൂ. അത് ഓപ്പൺ ആയി കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ ഈ ഇത്രയും നല്ലൊരു സംഗതി ഇവിടെ ജനങ്ങള് വീടില്ലാതെ, മരുന്ന് വാങ്ങിക്കാൻ കാശില്ലാതെ, ജീവിതത്തിന്റെ പ്രാരാബ്ദങ്ങളായിട്ട് രോഗങ്ങൾ മാറാതെ, മരുന്ന് വാങ്ങിച്ച് കഴിച്ചാലും മാറുന്നില്ലല്ലോ രോഗം. അപ്പൊ അതിനൊക്കെ പ്രതിവിധി ഉണ്ട്. മരുന്നിന് കാശ് വേണ്ട, രോഗം മാറും. ഇവിടെ മരുന്ന് വാങ്ങിച്ചതുകൊണ്ട് രോഗം മാറുന്നില്ലല്ലോ. അപ്പൊ അഥവാ ഒരു രോഗം മാറുമ്പോ 10 രോഗം വേറെ വരൂലേ? അങ്ങനെ ജീവിതത്തിൽ എല്ലാ മേഖലയിലും അർത്ഥവത്തായ ഗുണകരമായ ഒരു സംഗതി നമ്മുടെ കയ്യിലുണ്ട്. അത് നമ്മൾ എത്രയും വേഗം ജനങ്ങളിലേക്ക് എത്തിക്കുക. ഏതായാലും 7 മണി കഴിഞ്ഞ് 7:02 ഞാനിങ്ങനെ പന്ത് തട്ടിക്കളിച്ച് 7 മണി വരെ ആക്കിയതാണ്. എങ്കിലും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലൊരു സ്പാർക്ക് കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഒരു കളരിയാണല്ല, എനിക്കും പറഞ്ഞ് പഠിക്കാൻ പറ്റിയ ഒരു അവസരം. ഈ അവസരം നിങ്ങൾ ദയവായിട്ടൊന്ന് ഉപയോഗപ്പെടുത്തുക. ഈ മോർണിംഗ് മീറ്റ് ഞാൻ ഇപ്പൊ ഭഗത് സാറിനെ കാണുന്നുണ്ട്. അന്ന് കോഴിക്കോട് വെച്ച് കണ്ടപ്പോ ഒരു ദിവസം സംസാരിക്കണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വന്നിട്ടില്ല കേട്ടാ. ഞാൻ പേരെടുത്ത് പറയുന്നോണ്ട് തോന്നരുത്. അപ്പൊ അങ്ങനെ വരാത്ത പലരും ഉണ്ട് നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിൽ. നമ്മള് ഇപ്പൊ എല്ലാ ദിവസവും ആ കാര്യം കൂടി ഒന്ന് പറഞ്ഞോട്ടെ. മനോജ് സാറ് വിളിച്ച് ചോദിക്കുകയാണ്, ചിലരോടൊക്കെ ഞാനും വിളിച്ചു ചോദിക്കും നാളെ സംസാരിക്കാമോ എന്ന്. ഈ ഇങ്ങനെ ചിലപ്പോ 4 ആളെ വിളിക്കുമ്പോഴാണ് ഒരാള്, ഓരോരുത്തരുടെ പേഴ്സണൽ ആയിട്ടുള്ള ഇതുണ്ടാവും. അയാൾക്ക് നാളെ എന്തെങ്കിലും അസൗകര്യം ഉണ്ടാവും. അയ്യോ അല്ലെങ്കിൽ തൊണ്ട ശരിയല്ല സാറേ എന്ന് പറയും. മടി കൊണ്ടാകാം, അല്ലെങ്കിൽ തൊണ്ടയ്ക്ക് ശരിയില്ലായ്മ ഉണ്ടാകാം. എന്തായാലും ഒരുപാട് 3-4 ആളെ വിളിക്കുമ്പോഴാണ് ഒരാള് കിട്ടുന്നത് വരുന്നത്. അത് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. അപ്പൊ ആ അവസ്ഥ ഇല്ലാതിരിക്കാനാണ് നമ്മളൊരു ഗ്രൂപ്പ് ഉണ്ടാക്കിയത്. ആ ഗ്രൂപ്പിൽ 10-38 പേരുണ്ട്. ഓൾറെഡി സംസാരിച്ചവരും സംസാരിക്കാൻ കഴിവുള്ളവരൊക്കെയാണ് തന്നെയാണ് അതിനകത്ത് എടുത്തേക്കണേ. ആ ഗ്രൂപ്പിലുള്ള ആളുകൾ ഒരാൾ ഒരു ദിവസം മാസത്തിലൊരിക്കൽ സംസാരിക്കുകയാണെങ്കിൽ തന്നെ സംസാരിച്ചവർക്ക് വീണ്ടും സംസാരിക്കാലോ. എത്രയോ ടോപ്പിക്കുകൾ ഉണ്ട്. ഒരു ടോപ്പിക്ക് തന്നെ നമുക്ക് വെറുതെ ലിസ്റ്റ് മേക്കിംഗ് ഒരു ടോപ്പിക്കാണ്. പ്രോഡക്റ്റ് മാത്രം ഒരു ടോപ്പിക്കാണ് അല്ലെ? പ്ലാൻ ഒരു അതല്ലെങ്കിൽ ഫോളോ അപ്പ് പറയാം, അതല്ലെങ്കിൽ ക്ലോസിങ് പറയാം. എന്തോ പ്രോഡക്റ്റ് വിഷയങ്ങളുണ്ട്. ഇതൊന്നും ഇല്ലെങ്കിൽ ഈ വേട്ടോരെ ഞാനെന്നുള്ള വിഷയം തന്നെ നമുക്ക് എത്ര പ്രാവശ്യം പറഞ്ഞാലും ഇത് തീരൂല. അത്ര ഉണ്ട് നമുക്ക്. അപ്പൊ സംസാരിക്കാൻ നമുക്ക് അവസരങ്ങൾ ഉണ്ട്. പ്ലാറ്റ്ഫോം ഈസ് ഓപ്പൺ ടു ഓൾ. അപ്പൊ നാളെ ഞാൻ സംസാരിക്കാന്ന് നിങ്ങൾ അപ്ലൈനോട് പറയാ, ഗ്രൂപ്പിലുള്ള ഒരു ഗ്രൂപ്പിൽ എഴുതിയിടുക, ഇന്ന ദിവസം ഞാൻ സംസാരിക്കാം. അതല്ലെങ്കിൽ വോയിസ് ഇടാം, ജസ്റ്റ് ഇന്ന ഡേറ്റിൽ ഞാൻ സംസാരിക്കാം, ടോപ്പിക്ക് പിന്നെ പറയാം, അല്ലെങ്കിൽ ടോപ്പിക്ക് ഇതായിരിക്കും അത് പറയാ. അതുപോലെ ഞാൻ MC ആകട്ടെ ഏതെങ്കിലും ദിവസം, അല്ലെങ്കിൽ ഇന്ന ദിവസം MC ആകാം എന്നുള്ള കാര്യവും കൂടി പറഞ്ഞാല് വളരെ എളുപ്പമുണ്ട്. നമ്മൾ എല്ലാ ലോഡും കൂടി മനോജ് സാറ് കേൾക്കണില്ല തോന്നുന്നുണ്ട്, ഇവിടെ ഇല്ല. ഏതായാലും ദുഷിപ്പൊന്നും പറയണല്ല, സ്നേഹത്തോടെ പറയുന്നതാണ്. അദ്ദേഹത്തെ ആ കാര്യത്തിലെങ്കിലും ഒരു എളുപ്പം കൊടുക്കുക. വൈകുന്നേരം ആകുമ്പോഴ് വിളി തുടങ്ങും, അല്ലെങ്കിൽ ചിലപ്പോ കാലത്തും വൈകുന്നേരവും വിളി തുടങ്ങും. ഇന്നലെ പറഞ്ഞു, ശ്രീകുമാർ സാറ് ഇന്നുണ്ട്, നാളെ അതിന് പിറ്റേ ദിവസം ജയ്മോൻ സാറുണ്ട്. അപ്പൊ പിന്നെ ഈ ആഴ്ച കഴിഞ്ഞല്ലല്ലോ എനിക്ക്. ഞാൻ പറഞ്ഞില്ല, പിന്നെ ഉണ്ടല്ലോ ശനിയാഴ്ച. ഇതിപ്പോ ഇന്ന് വ്യാഴം, പിന്നെ ജയ്മോൻ വെള്ളിയാഴ്ച, പിന്നെ ശനിയാഴ്ച വേണമല്ലോ. അപ്പൊ സാറ് ചിരിച്ചോണ്ട് പറഞ്ഞോ, ഇനി ഒരാളെ കൊണ്ട് നോക്കണല്ലോ ഈ ആഴ്ച. അപ്പൊ അതൊരു ബേർഡനായിട്ട് മാറുന്ന രീതിയിലാകരുത്. നമ്മൾ സഹകരിക്കുക. നമ്മളെ അസോസിയേറ്റ്സ് ഉണ്ടെന്ന് ഇവിടെ സംസാരിക്കാൻ കഴിവും കേൾപ്പുള്ളവരാ. അവരെ കണ്ടെത്തി അവരെ കൊണ്ടുവരാ, അവരെ വളർത്തിയെടുക്കുക. നമ്മളെല്ലാം സംസാരിക്കേണ്ടത്. ഞാൻ എന്റെ ആളുകളെ ഇതിനകത്തേക്ക് കൊണ്ടുവരാന്നുള്ള ഒരു രീതി അവലംബിക്കണം. നമ്മള് പുതിയ ആളുകളെ ഒന്ന് സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറയാം. അതിപ്പോ ഏത് ദിവസം ചെയ്യട്ടെ, നമുക്ക് ഇനി അങ്ങനെ ആകാം. അതല്ലെങ്കിൽ ഞായറാഴ്ചകളിൽ അവസരം ഉണ്ടല്ലോ, പുതിയ ആളുകൾ ഒന്നും പറയേണ്ട, സെൽഫ് ഇൻട്രൊഡക്ഷൻ, എക്സ്പീരിയൻസ്, ടെസ്റ്റ് മണി ഒന്നും പറയാറായിട്ടില്ല എന്ന് പറഞ്ഞ് നിർത്താലോ. ഞാൻ ഇന്ന ആളാണ്, എന്നെ ഇതിനകത്തേക്ക് കൊണ്ടുവന്നത് ഇന്ന ആളാണ്,
എന്നുള്ള രീതിയിൽ ഒന്ന് സ്പോൺസറെ പറയാം, അത് പറയാം, അങ്ങനെ. സോ ഞാൻ കുറെ കാര്യങ്ങൾ പറഞ്ഞു, നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തി. ഏതായാലും വളരെ വളരെ സന്തോഷം. ഈ ഒരു കൂട്ടായ്മ ദൈവം നിലനിർത്തി തരട്ടെ. അങ്ങനെ പറയാം. 100-ലേറെ ആളുകളുണ്ട്. എന്ത് കാര്യം അങ്ങനെയാണല്ല, ഈ സന്തോഷം നിലനിർത്തി തരട്ടെ എന്ന് പറയുമ്പോൾ. പക്ഷെ ഈ സന്തോഷം മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കാൻ കഴിയട്ടെ. ഇത് 100 കണക്കിന് ആളുകളാവട്ടെ. നമ്മളെല്ലാവരും നമ്മളുടെ ലക്ഷ്യത്തിൽ എത്തട്ടെ. കോടീശ്വര പദവിയിലും ശതകോടീശ്വരന്മാരും ഒക്കെ ആകട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായിട്ട് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ഈ ദിവസം നല്ല ഒരു സുദിനമാക്കി തന്ന ശ്രീകുമാർ സാറിന് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ഇന്നത്തെ ഈ മീറ്റിംഗ് കൺക്ലൂഡ് ചെയ്തിട്ട് അറിയിക്കുന്നു. താങ്ക് യു ഓൾ.